കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നാമനാരെന്ന് ചർച്ചയ്ക്ക് വഴിവെച്ച് മന്നം ജയന്തി ആഘോഷം. താക്കോൽ സ്ഥാന പരാമർശത്തിന്റെ പേരിൽ NSSുമായി അകൽച്ചയിലായിരുന്ന രമേശ് ചെന്നിത്തലയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതാണ് ഇപ്പോൾ വിവാദമാകുന്നത്. മാരാമൺ കൺവെൻഷന് VD സതീശന് ക്ഷണം ലഭിച്ചതും സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഭൂരിഭാഗം തെരഞ്ഞെടുപ്പുകളിൽ UDF ജയിച്ചതാണ് എതിർഭാഗത്തിന് വിഷമമായത്. സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളെ കൂടെ നിർത്തുന്നതിൽ സതീശനും ടീമും വിജയിച്ചതാണ് കോൺഗ്രസിന്റെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയങ്ങൾക്ക് കാരണമെന്ന് വിലയിരുത്തുന്നു. KPCC പ്രസിഡന്റ് K സുധാകരന്റെ അകമഴിഞ്ഞ പിന്തുണയും കോൺഗ്രസിലെ യുവ നേതാക്കളെല്ലാം സതീശന്റെ പിന്നിൽ അണിനിരന്നതും കോൺഗ്രസിന്റെ വിജയങ്ങൾക്ക് ആക്കം കൂട്ടി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർന്നു വരാൻ ശശി തരൂർ നടത്തിയ പ്രവർത്തനങ്ങൾ അമ്പെ പരാജയപ്പെട്ടു. ഈ അവസരം മുതലെടുത്താണ് രമേശ് ചെന്നിത്തല തന്റെ പഴയ മോഹം പൊടിതട്ടിയെടുക്കുന്നത്. താൻ അനുസരണയുള്ള കോൺഗ്രസ് പ്രവർത്തകനാണെന്നും സോണിയാഗാന്ധിയുടെ ഏത് തീരുമാനവും അംഗീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ ഇപ്പോൾ APCCയിൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാൽ തന്റെ അനിയനാണെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. കുറച്ചുകൂടി കടന്ന് SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് മുഖ്യമന്ത്രിയാകാൻ VD സതീശനേക്കാൾ സർവത്ര യോഗ്യൻ രമേശ് ചെന്നിത്തലയാണെന്ന് കൂടി പറയിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം. എന്നാൽ കോൺഗ്രസിലെ നേതാക്കന്മാർ ഗ്രൂപ്പ് തിരിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി തമ്മിലടിക്കുമ്പോൾ വളരെ ഈസിയായി മൂന്നാം തവണയും അധികാരത്തിലേറുമെന്നാണ് LDF കണക്കുകൂട്ടുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. Where entertainment means information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.